സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വരും ദിവസങ്ങളിൽ മറ്റ് വിവിധ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് 36% മഴ കുറവാണെന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ നിത കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ കുറവാണ്. ജൂൺ മാസവും നമുക്ക് മഴക്കുറവുണ്ടായിരുന്നു, ജൂലൈയിലും മഴക്കുറവുണ്ട്. അങ്ങനെ ആകെത്തുകയായിട്ട് 36% മഴയാണ് ഈ വർഷം നമുക്ക് കുറവ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ജൂലൈയുടെ അവസാനത്തോട് നമ്മൾ കുറച്ച് മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. 30-ാം തീയതി 27-ാം തീയതി മുതൽ മഴ തുടങ്ങിയാൽ 30-31 ശക്തി പ്രാപിക്കും. പിന്നെ ഓഗസ്റ്റിൽ ആദ്യത്തെ ഒരാഴ്ചയും കൂടി ആ മഴ തുടരും. അപ്പോൾ അതിനുശേഷം വീണ്ടും നമുക്ക് മഴ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കുറവ് നികന്ന് പോകാൻ തക്കതായിട്ടുള്ള ഒരു മഴ ഈ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും മഴക്കുറവ് വരുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിലെ ആകെയുള്ള താഴെ കിട്ടേണ്ട മഴയുടെ കുറവ് മുഴുവൻ നികത്താൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊന്നും അല്ലെങ്കിൽ വെതർ സിസ്റ്റംസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പം സാന്ത്വനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. അല്ലെങ്കിലും തിരുവനന്തപുരത്തുകാർക്കൊന്നും കുറയില്ലല്ലോ, നമുക്കല്ലേ കുറവുള്ളത്. തിരുവനന്തപുരത്തുകാർക്ക് മഴ കുറവില്ലെന്നാണോ പറയുന്നത്? എന്താല്ലേ, ജില്ലാടിസ്ഥാനത്തിലല്ലല്ലോ മഴ പെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം. പക്ഷേ സാന്ത്വന, ഈ ഒറ്റപ്പെട്ട മഴ വരാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയാണോ? 36% കുറവുണ്ടെന്ന് പറഞ്ഞാൽ 1/3 കുറവാണെന്നാണ്. ആ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോകുമല്ലോ അങ്ങനെയാണെങ്കിൽ. എല്ലിനോ അല്ലേ കാരണം? ആരും തീർച്ചയായിട്ടും പ്രതിസന്ധി അത് ഇപ്പോൾ തന്നെ ഉണ്ട്. നമുക്കറിയാം, ഈ അപ്രഖ്യാപിതമായി വരുന്ന കറണ്ട് കട്ട് പോലും ഈ ഒരു മഴക്കുറവിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ മഴക്കുറവ് എന്ന് പറയുമ്പോൾ സാധാരണ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്രത്തോളം അതിനൊരു വ്യാപ്തി ഉണ്ട് എന്ന് തോന്നണമെന്നില്ല. പക്ഷേ വലിയൊരു പ്രശ്നം, വലിയ പ്രതിസന്ധി തന്നെയാണ് നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ, ഈ കണക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഏറെക്കുറെ വ്യക്തവുമാണ്. നിലവിൽ ഈ മാസത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ, ജൂലൈ മാസത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇതുവരെ 36% മഴയിൽ കുറവുണ്ട് എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസവും സമാനമായ സ്ഥിതിയായിരുന്നു. സാധാരണ ജൂൺ, ജൂലൈ മാസങ്ങളൊക്കെ നമുക്കറിയാം നല്ല മഴയുടെ സമയമാണ്. ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ കഴിയുന്ന സമയമാണ്. ഇത്തവണ ജൂൺ 1 സ്കൂൾ തുറന്നപ്പോൾ പോലും ആ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നല്ല വെയിലായിരുന്നു, പല ദിവസങ്ങളിലും നല്ല വെയിലാണ് പലയിടങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം 2012 അവസാനം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് അരുൺ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ തന്നെ ഇപ്പോൾ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഒരേപോലെ തന്നെ മഴ കുറവുണ്ടായത് ഇതിനു മുൻപ് 2012 അതിനുശേഷം ഇത്രയും വർഷം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വർഷമാണ് അങ്ങനെ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഒരുപോലെ മഴക്കുറവ് ഉണ്ടാകുന്നത്. ചില മാസങ്ങളിൽ ജൂലൈയിൽ, ചില വർഷങ്ങളിൽ ജൂണിൽ മഴയുണ്ടാകും, പക്ഷെ ജൂലൈയിൽ മഴയുണ്ടാകില്ല. ചിലപ്പോൾ തിരിച്ച് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ 2 മാസവും ഒരുപോലെ മഴയില്ലാതിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും. അതിൽ 2 ജില്ലകളിലാണ് ഏറ്റവും മഴക്കുറവുള്ളത്. അത് ഒന്ന് ഇടുക്കി ജില്ലയിലും മറ്റൊന്ന് വയനാട് ജില്ലയിലുമാണ്. 2 ജില്ലകളിലും 60% മഴക്കുറവാണ്. ലാർജ് ഡെഫിഷ്യൻസി, വലിയ മഴക്കുറവുണ്ട് എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ കാണിക്കുന്നത്. അത് മാത്രമല്ല അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ തിരുവനന്തപുരം ഒഴിച്ച് മറ്റെല്ലാ ജില്ലയിലും മഴ കുറവാണ്. എന്തായാലും ഈ ആഴ്ച കുറച്ച് മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മഴക്കുറവ് പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരാൻ തക്കതായ മഴ ആയിരിക്കില്ല എന്നുകൂടി എന്തായാലും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഓക്കെ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, അരുണണ്ണ ഓണം മഴ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല നിയ, കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ എല്ലിനോ കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അല്പം ആശങ്കയുമാണ്. മഴ പെയ്യുന്നത് കണ്ടാൽ ഇപ്പോൾ ഒരു സമാധാനമാണ് സത്യം പറഞ്ഞാൽ. ഇല്ലെങ്കിൽ കറണ്ട് പോകുന്നത് മാത്രമല്ല, കുടിവെള്ളം തന്നെ വലിയ ബുദ്ധിമുട്ടിലാവും. അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്.